Hi all, welcome to Wings to Win Education. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എക്കണോമിക്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നിന്നും മുൻപ് ഒരുപാട് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡും അതിനെക്കുറിച്ച് എന്താണ് ഡിമാൻഡ്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ, എന്താണ് ഇൻവേഴ്സ് ഡിമാൻഡ് ഫംഗ്ഷൻ, എന്താണ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കീഴിൽ വരുന്നുണ്ട്. ഡിമാൻഡിനെ കുറിച്ച് എല്ലാ ഏരിയയും തന്നെ ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, നമുക്കറിയാം വളരെ വൈഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഏരിയയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ആ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി കർവ്, മാർജിനൽ യൂട്ടിലിറ്റി കർവ്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ബഡ്ജറ്റ് ലൈൻ, ഇക്വിലിബ്രിയം ഓഫ് ദി കൺസ്യൂമർ, ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ ഓരോന്നും എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. Introduction. Economics is broadly divided into two categories, that is microeconomics and macroeconomics. നമുക്കറിയാം ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പഠനശാഖയെ ബ്രോഡായിട്ട് 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. വളരെ പണ്ടുകാലം മുതൽ തന്നെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളും അതിൻ്റേതായിട്ടുള്ള ആശയങ്ങളും നിലനിന്നിരുന്നെങ്കിൽ കൂടി ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇക്കണോമിക്സിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് 1776 ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വെൽത്ത് ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ളത്. അത്രയും കാലം വരെ എക്കണോമിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത്. പിന്നീട് 1776 ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പഠനശാഖ നിലവിൽ വരികയുണ്ടായി. പിന്നീട് 1936 കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ജനറൽ തിയറി പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്നും മൈക്രോ എക്കണോമിക്സ് എന്നും 2 കാറ്റഗറീസ് ആയിട്ട് മാറിയത്. 1936 ജനറൽ തിയറിക്കു ശേഷമാണ് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന 2 കാറ്റഗറീസ് ആയിട്ട് എക്കണോമിക്സിനെ ഡിവൈഡ് ചെയ്തത് എങ്കിൽ കൂടി 1933 തന്നെ റെഗ്നാർ ഫ്രിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന 2 ടേംസ് ഇക്കണോമിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന ആശയം നിലവിൽ വന്നത് കെയ്ൻസിൻ്റെ ജനറൽ തിയറിക്കു ശേഷമാണ്. പക്ഷേ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ 2 വേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? റെഗ്നാർ ഫ്രിസ്റ്റ് 1933 അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് എക്കണോമിക്സിൻ്റെ ഒരു ഉദയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ അബ്രോഡ് കാറ്റഗറീസ് അത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സ് എന്താണ്? മൈക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഇത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്, എല്ലാം ഇൻഡിവിജ്വൽ ആണ്. എന്തും ഇൻഡിവിജ്വലിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഒരു പോളിസി അഡോപ്റ്റ് ചെയ്താൽ ആ പോളിസി ഇൻഡിവിജ്വലിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ ഫേമിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനശാഖയാണ് ഇത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈയും ഡിമാൻഡിനെയാണ് ഇത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ടേക്സ് എ ബോട്ടം അപ്പ് അപ്രോച്ച്.
മാത്രമല്ല ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ്. ഇൻഡിവിജ്വലിൽ നിന്നും എന്തിലേക്ക് വരും? ഒരു ജനറലൈസേഷൻ ഫോമിലേക്ക് വരും. അപ്പോൾ താഴെ തട്ടിൽ നിന്നും മുകളിലേക്ക് വരും. അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിച്ചിട്ട് പിന്നീടാണ് അതൊരു ജനറലൈസേഷൻ രീതിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിനെ നമുക്ക് എന്തും കൂടെ പറയാനാവും? ബോട്ടം അപ്പ് അപ്രോച്ചാണെന്ന് പറയാനാവും. It tries to understand human choices, decisions and the allocation of resources. മനുഷ്യൻ്റെ ഹ്യൂമൻ ചോയ്സസ് അല്ലേ, ഓരോരോ ചോയ്സസ് ഉണ്ടാവും. ആ ചോയ്സ് എങ്ങനെയാണ് ഓരോരുത്തരും സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, റിസോഴ്സസ് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ, ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനെ എങ്ങനെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ചില ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? മൈക്രോ എക്കണോമിക്സ് വഴി നമുക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. മൈക്രോ എക്കണോമിക്സിനെ എന്തും കൂടെ പറയപ്പെടുന്നുണ്ട്? പ്രൈസ് തിയറി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതാണ് മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറയാനുള്ളത്. സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഇൻഡിവിജ്വൽ സ്റ്റഡിയിൽ നിന്നും പിന്നീടാണ് ഒരു ജനറലൈസ്ഡ് സ്റ്റഡിയിലേക്ക് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബോട്ടം അപ്പ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഒരു പോളിസീൻ്റെ ഇമ്പാക്റ്റ് ഇൻഡിവിജ്വലിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ടും ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതിനെ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിൽ പറയാനുള്ളത്. ഇനി എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് നോക്കാം. മാക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് എബൌട്ട് ഇക്കോണമി ആസ് എ ഹോൾ. ഇക്കോണമീനെ ഹോളായിട്ട് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആയിട്ട് ഒരു ഇക്കോണമീനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് പകരം ഒരുപാട് ഇൻഡിവിജ്വൽസ് കൂടിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് ടോട്ടലി നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അഗ്രിഗേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് എ കൺട്രി ആൻഡ് ഹൗ ഇറ്റ്സ് പോളിസീസ് ഇമ്പാക്ട് ദ ഇക്കോണമി ആസ് എ ഹോൾ. ഒരു പോളിസി എടുത്താൽ അത് ആ ഒരു രാജ്യം എങ്ങനെ അതിനോട് ബിഹേവ് ചെയ്യും, ഒരു പോളിസീൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു, ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ടോട്ടലായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പറഞ്ഞിരുന്നു ഒരു പോളിസീൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നതെങ്കിൽ, ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇൻഡിവിജ്വൽസ് അടങ്ങുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഇറ്റ് ഈസ് ആൻ അനലിറ്റിക്കൽ ടൂൾ മെയിൻലി യൂസ്ഡ് ടു ക്രാഫ്റ്റ് ഇക്കണോമിക് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്. അപ്പം ഫിസ്ക്കൽ പോളിസിയും ഇക്കണോമിക് പോളിസിയൊക്കെ ഒരു രാജ്യത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസിയും ഇക്കണോമിക് പോളിസിയൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ടൂളായിട്ട് ഏതിനെ യൂസ് ചെയ്യാൻ പറ്റും? മാക്രോ എക്കണോമിക്സിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനലിറ്റിക്കൽ ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ മാക്രോ എക്കണോമിക്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. ജെഎം കെയ്ൻസ് ഈസ് ഓഫൺ ക്രെഡിറ്റഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് മാക്രോ എക്കണോമിക്സ്. നമ്മൾ പറഞ്ഞു ജെഎം കെയ്ൻസിൻ്റെ ജനറൽ തിയറിക്കു ശേഷമാണ് മാക്രോ എക്കണോമിക്സ് എന്നും മൈക്രോ എക്കണോമിക്സ് എന്നും രണ്ട് ശാഖകൾ നിലവിൽ വന്നത്. അപ്പോൾ ഈ ജെഎം കെയ്ൻസ് എന്ന് പറയുന്നത് മെയിൻലി മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഫൗണ്ടറായിട്ട് ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്? ജെഎം കെയ്ൻസിനെയാണ്, ജോൺ മൈനാർഡ് കെയ്ൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻകം തിയറി. മാക്രോ എക്കണോമിക്സിനെ ഇൻകം തിയറി എന്നും പറയുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സിനെ എന്താണ് പറഞ്ഞിരുന്നത്? പ്രൈസ് തിയറി എന്ന് പറഞ്ഞിരുന്നു. മാക്രോ എക്കണോമിക്സിനെ ഇൻകം തിയറി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി അബൌട്ട് അഗ്രിഗേറ്റ്സ് ഓർ ഇറ്റ് ഈസ് ദ സ്റ്റഡി അബൌട്ട് എക്കോണമി ആസ് എ ഹോൾ. ഇക്കോണമീനെ ടോട്ടലായിട്ട് പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു പോളിസിയുടെ ഇമ്പാക്റ്റ് ഒരു എക്കോണമിയിൽ ടോട്ടലായിട്ട് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഭവിക്കുന്നു എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൻ്റെ കീഴിൽ വരുന്നത്. ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഫൗണ്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻകം തിയറി എന്നും മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. ഡിമാൻഡ്. ഇക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് മീൻസ്
ദ ഡിസയർ ബാക്ക്ഡ് അപ്പ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ ദി കമ്മോഡിറ്റി. ഡിമാൻഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ ഒരു കൂട്ടമാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഡിസയർ, എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ. ഈ 3 കാര്യങ്ങളും കൂടിയെങ്കിൽ മാത്രമേ ഡിമാൻഡ് ആവുകയുള്ളൂ. എന്താണ് ഡിസയർ? നമുക്കൊരു പേന വേണം. ആ പേന വേണം എന്നുള്ള നമ്മുടെ ആഗ്രഹത്തെയാണ് ഡിസയർ എന്ന് പറയുന്നത്, അല്ലേ? എബിലിറ്റി, ആ പേന വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. അതിനെയാണ് എബിലിറ്റി എന്ന് പറയുന്നത്. വില്ലിങ്നെസ്, എന്താണ് വില്ലിങ്നെസ്? നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, അപ്പം ആ പൈസ കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് വേണം. അതാണ് വില്ലിങ്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിസയറും എബിലിറ്റിയും വില്ലിങ്നെസ്സും കൂടെ കൂടുമ്പോഴാണ് ഡിമാൻഡായിട്ട് മാറുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ആവില്ല. ഡിസയർ മാത്രമുള്ളൂ എങ്കിൽ ഡിമാൻഡ് ആവില്ല. എബിലിറ്റി മാത്രമുള്ളൂ എങ്കിൽ ഡിമാൻഡ് ആവില്ല. വില്ലിങ്നെസ് മാത്രമുള്ളൂ എങ്കിൽ ഡിമാൻഡ് ആവില്ല. ഡിസയറും എബിലിറ്റിയും വില്ലിങ്നെസ്സും കൂടെ കൂടുമ്പോഴാണ് ഡിമാൻഡ് ആവുന്നത്. അപ്പോൾ ഡിമാൻഡ് മീൻസ് ദ ഡിസയർ ബാക്ക്ഡ് അപ്പ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ ദി കമ്മോഡിറ്റി. ഇതാണ് ഡിമാൻഡ്. ഡിമാൻഡ് ഈസ് എ മൾട്ടിവേരിയേറ്റ് റിലേഷൻഷിപ്പ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടിവേരിയേറ്റ് റിലേഷൻഷിപ്പാണ്. ഒരുപാട് ഫാക്ടേഴ്സ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിയുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമുക്കൊരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കാം. ദർ ആർ മെനി ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ആ വസ്തുവിൻ്റെ പ്രൈസ്, ആ വസ്തുവിൻ്റെ വില ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, 2 തരം റിലേറ്റഡ് കമ്മോഡിറ്റീസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആവാം, കോംപ്ലിമെൻറ്റ്സ് ആവാം. അതായത് നമുക്ക് ആവശ്യമുള്ള വസ്തുവിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് പകരം വെക്കാൻ കഴിയുന്ന മറ്റു വസ്തുക്കൾ ഉണ്ടാവും. ആ വസ്തുക്കളുടെ വില കുറവാണ് എന്നുണ്ടെങ്കിൽ ആ വസ്തു ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക, അല്ലേ? കോംപ്ലിമെൻറ്റ്സ് എന്താണ്? കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനോട് ചേർന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന. അപ്പം ഉദാഹരണമായിട്ട് കാറ്, പെട്രോൾ, അല്ലേ? കാറ് മാത്രം ഉണ്ടായാൽ കാര്യമില്ല, പെട്രോളും കൂടെ വേണം. അതാണ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും കോംപ്ലിമെൻറ്റ്സിൻ്റെയും വിലയും നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അല്ലേ? നമ്മുടെ കയ്യിലുള്ള, ആ വ്യക്തിയുടെ കയ്യിലുള്ള വരുമാനം, ക്യാഷും കൂടെ ഡിമാൻഡിനെ സ്വാധീനിക്കും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ പ്രിഫറൻസസ്, നമ്മുടെ മുൻഗണന, അതൊക്കെ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. വെൽത്ത്, നമ്മുടെ കയ്യിൽ എത്രത്തോളം പണമുണ്ട്, വെൽത്ത് ഉണ്ട്, നമ്മുടെ ആസ്തി എത്രയാണ് എന്നുള്ളതൊക്കെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മൾട്ടി വേരിയേറ്റ് റിലേഷൻഷിപ്പാണ് എന്ത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യും? ഒരു വ്യക്തിയുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ട്രഡീഷണൽ തിയറി ഓഫ് ഡിമാൻഡ് ഹാസ് കോൺസെൻട്രേറ്റഡ് ഓൺ 4 ഓഫ് ദി എബവ് ഡിറ്റർമിനൻസ്. നമ്മൾ മുകളിൽ ഒരുപാട് ഫാക്ടേഴ്സ് കണ്ടില്ലേ? അത് ഇനിയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പാസ്റ്റ് കൺസംഷൻ ആവട്ടെ, നമ്മുടെ ഹാബിറ്റ് ആവട്ടെ, അത്തരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ, നമ്മുടെ ആഡം സ്മിത്തിനെ പോലുള്ള ക്ലാസിക്കലിസ്റ്റുകളൊക്കെ 4 ഫാക്ടേഴ്സാണ് മെയിനായിട്ടും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇങ്ങനെ ഈ 4 ഫാക്ടേഴ്സിൻ്റെ ഒരു ഫങ്ഷനാണ് ഡിമാൻഡ് എന്നാണ് ട്രഡീഷണൽ തിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പം ട്രഡീഷണൽ തിയറി പ്രകാരം ഡിമാൻഡ് ഫങ്ഷൻ എങ്ങനെ എഴുതാം? ഡിമാൻഡ് ഫങ്ഷൻ ഡി ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് പി, വൈ, പി ആർ ആൻഡ് ടി. അപ്പോൾ പി എന്താണ്? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, വൈ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പി ആർ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ദാറ്റ് മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെൻറ്റ്സ്, ദെൻ ടി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അപ്പോൾ ട്രഡീഷണൽ തിയറിസ്റ്റുകൾ പറയുന്നത് എന്താണ്? ഡിമാൻഡ് എന്ന് പറയുന്നത് 4 ഫാക്ടേഴ്സിൻ്റെ ഫങ്ഷനാണ്. ട്രഡീഷണൽ തിയറി ഡെവലപ്പ് ചെയ്തപ്പോൾ അത്തരം എക്കണോമിസ്റ്റുകൾ, ജെയിംസ് മില്ലിനെ പോലുള്ള, ആഡം സ്മിത്തിനെ പോലുള്ള എക്കണോമിസ്റ്റുകൾ 4 ഫാക്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ട്രഡീഷണൽ തിയറിയിൽ ഇത്തരം 4 ഫാക്ടേഴ്സ് മാത്രമേ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നീട്
ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് തിയറീസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഫാക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ എക്കണോമിസ്റ്റുകൾ ശ്രമിച്ചിട്ടുമുണ്ട്. ഇനി അടുത്ത ഒരു ടേം ഇൻവേഴ്സ് ഡിമാൻഡ് ഫംഗ്ഷൻ. എന്താണ് ഇൻവേഴ്സ് ഡിമാൻഡ് ഫംഗ്ഷൻ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഇൻവേഴ്സ് ആണ് എന്ത്, ഇൻവേഴ്സ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? ഡിമാൻഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലേ. പ്രൈസിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. അപ്പോൾ ഇൻവേഴ്സ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പ്രൈസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയാം. പ്രൈസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ ഫംഗ്ഷൻ ആണ് എന്നാണ് ഇൻവേഴ്സ് ഡിമാൻഡ് ഫംഗ്ഷനിൽ പറയുന്നത്. ഡിമാൻഡ് കർവ്, ഇതാണ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ്. എന്താണ്? ഇടത് നിന്നും വലത്തോട്ട് ചെരിഞ്ഞിട്ട് ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് എന്ത് കാണിക്കുന്നത്, ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് സ്ലോപ്പ് കാണിക്കുന്നത്? നമുക്കറിയാം, എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ക്വാണ്ടിറ്റിയാണ്, വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്രൈസ് ആണ് അല്ലേ. ഈ പ്രൈസും ക്വാണ്ടിറ്റിയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി കുറയും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടും. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രൈസ് 5 ആയിരുന്നു പ്രൈസ്, ആ സമയത്ത് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 10 യൂണിറ്റ്സ് ആയിരുന്നു അല്ലേ. അപ്പം ഇനി പ്രൈസ് 4 കുറഞ്ഞു, പ്രൈസ് 4 കുറഞ്ഞു, 1 രൂപ കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി എത്രയാണ്? 15 കൂടി അല്ലേ. 10 നിന്നും 15 കൂടി. ഇനി അതുപോലെ തന്നെ 3 വീണ്ടും പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ക്വാണ്ടിറ്റി 20 കൂടി. ഇതാണ് പ്രൈസും ക്വാണ്ടിറ്റിയും ഇൻവേഴ്സ് റിലേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് നെഗറ്റീവ് റിലേഷനാണ്, നെഗറ്റീവ് സ്ലോപ്പാണ് എന്ത് കാണിക്കുന്നത്, ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. ഇനി ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ്. എന്ത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഷോസ് ആൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ്. റീസൺസ് ഫോർ ദി ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. നമ്മൾ മുമ്പ് കണ്ട ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പാണ് കാണിക്കുന്നത് അല്ലേ, ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് കാണിക്കുന്നത്. ആ ഒരു പ്രൈസിലും ക്വാണ്ടിറ്റിയിലുമുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻ മാത്രമാണോ ഡിമാൻഡ് കർവിന് ഇത്തരത്തിലുള്ള ഒരു സ്ലോപ്പ് കാണിക്കുന്നത്? തികച്ചും അല്ല എന്ന് തന്നെ പറയാം. മറ്റു പല കാരണങ്ങൾ ഈ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണമായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കാരണമാണ് ഡൗൺവേർഡ് സ്ലോപ്പ് പ്രധാനമായിട്ടും ഈ ഒരു ഡിമാൻഡ് കർവിന് വരാൻ കാരണം. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകുന്ന സെഷനിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത്രമാത്രം അറിഞ്ഞു വെക്കുക. ഒരു വസ്തുവിൻ്റെ അഡീഷണൽ യൂണിറ്റ്സ് ഉപയോഗിക്കും തോറും, ഒരു വസ്തുവിൻ്റെ അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും തോറും അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കാണിക്കുന്നത്. അതാണ് ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണമായിട്ടുള്ള ഒരു റീസൺ. മറ്റൊരു റീസൺ ആണ് പ്രൈസ് ഇഫക്റ്റ്, ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഈ 3 ഇഫക്റ്റുകളും ഈ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണമായിട്ട് വരുന്നുണ്ട്. ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും കൂടിയതാണ്, അല്ലെങ്കിൽ ഇൻകം ഇഫക്റ്റിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് പ്രൈസ് ഇഫക്റ്റ്. അപ്പം ഈ പ്രൈസ് ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതും എന്തിന് കാരണമാണ്? ഈ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണമാണ്. ഡിഫറെൻറ്റ് യൂസസ് ഓഫ് സെയിം കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് തന്നെ ഡിഫറെൻറ്റ് യൂസസ് ഉണ്ടാവുമ്പോൾ അതും ഏതിലേക്ക് നയിക്കുന്നുണ്ട്? ഈ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിലേക്ക് നയിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്.
ഇനി എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷനെയാണ് ലോ ഓഫ് ഡിമാൻഡ് കാണിക്കുന്നത്. ചില സമയങ്ങളിൽ ഇത്തരം റിലേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ എക്സംഷൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരാറുണ്ട്. ഏതൊക്കെയാണത്? ഗിഫൻ ഗുഡ് പാരഡോക്സ്. എന്താണ് ഗിഫൻ ഗുഡ് പാരഡോക്സ് എന്ന് പറയുന്നത്? ചില സമയങ്ങളിൽ പ്രൈസ് കൂടുമ്പോൾ, ചില വസ്തുക്കളുടെ പ്രൈസ് കൂടുമ്പോൾ അത് കൂടുതലായിട്ട് വാങ്ങുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അതിനെയാണ് ഗിഫൻ പാരഡോക്സ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുന്തോറും ആ വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് ഗിഫൻ ഗുഡ് പാരഡോക്സ് എന്ന് പറയുന്നത്. അത് ലോ ഓഫ് ഡിമാൻഡിന് എക്സംഷൻ ആണ്. ഇനി ഡിപ്രഷൻ, വാർ എന്ന സമയങ്ങളിൽ, അത്തരം സമയങ്ങളിലൊക്കെ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് എപ്പോഴും ലംഘിക്കപ്പെടാറുണ്ട്. ദെൻ ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. എന്താണ് ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമിറ്റേഷൻ ആണ് അല്ലേ? മറ്റുള്ള വ്യക്തികൾ വാങ്ങുമ്പോൾ ആ ഒരു വസ്തു നമുക്കും വാങ്ങണം എന്ന് തോന്നുന്ന ഒരു ഇഫക്റ്റിനെയാണ് ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ കൺസംഷനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യും? അതിൻ്റെ പ്രൈസിനെ കൺസിഡർ ചെയ്യാതെ, പ്രൈസ് ലോ ആണോ ഹൈ ആണോ എന്ന് നോക്കാതെ നമ്മളും അത് വാങ്ങി ഉപയോഗിക്കുന്നൊരു അവസ്ഥയെയാണ് ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷനും ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിന് എക്സംഷൻ ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് സ്പെക്കുലേഷൻ എക്സംഷൻ ആയിട്ട് വരുന്നത്? പ്രൈസ് ഹൈ ആവുമ്പോൾ കൂടുതൽ വാങ്ങും, കാരണം ഇനിയും പ്രൈസ് കൂടോ എന്നുള്ള ഒരു ഭയത്താലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്പെക്കുലേഷനും എന്തിന് എക്സംഷൻ ആണ്? ലോ ഓഫ് ഡിമാൻഡിന് എക്സംഷൻ ആണ്. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്. എന്താണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഡിമാൻഡ് കർവിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് എങ്കിൽ അതിനെയാണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത് സെയിം ഡിമാൻഡ് കർവിലാണ് എന്നുള്ളതാണ്. ഡിമാൻഡ് കർവിൽ ഒരു തരത്തിലുള്ള ഷിഫ്റ്റ് സംഭവിക്കുന്നില്ല. സെയിം ഡിമാൻഡ് കർവിലാണ് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത്. എന്താണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് നോക്കാം. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് കർവ് സംഭവിക്കുന്നത് ഡ്യൂ ടു റിഡക്ഷൻ ഓഫ് പ്രൈസ്. പ്രൈസിൽ ഉണ്ടാവുന്ന റിഡക്ഷൻ കാരണമാണ് ഡിമാൻഡ് കർവിൽ എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത്. അതായത് പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. പ്രൈസ് കുറഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നു. അതിനെയാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്? സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഡ്യൂ ടു ഇൻക്രീസ് ഓഫ് പ്രൈസ്. പ്രൈസിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് കൊണ്ടാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്. അതായത് പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. അതാണ് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും. ഈ ഗ്രാഫ് ഒന്ന് വിശദീകരിക്കാം. നമുക്കറിയാം 10 എന്ന് പറയുന്ന പ്രൈസ് ഒന്ന് നോക്കൂ. ഇതാ ഈ ഒരു 10 എന്ന് പറയുന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 55 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പം പ്രൈസ് 7 ആയിട്ട് കുറഞ്ഞ സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിച്ചു? 75 യൂണിറ്റ്സ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അതിനെയാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതേസമയം 10 നിന്നും 12 ആയിട്ട് പ്രൈസ് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിച്ചു? 55 നിന്നും ക്വാണ്ടിറ്റി ഡിമാൻഡ് 40 ആയിട്ട് കുറഞ്ഞു. അതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പ്രൈസിലുണ്ടാവുന്ന കുറവ് മൂലം ക്വാണ്ടിറ്റിയിലുണ്ടാവുന്ന ക്വാണ്ടിറ്റി കൂടുന്നതിനെയാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത് ഒരു ഡിമാൻഡ് കർവിൻ്റെ താഴോട്ടാണ്. ഇനി കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവോ? പ്രൈസിലുണ്ടാവുന്ന ഇൻക്രീസ് കാരണം ക്വാണ്ടിറ്റിയിലുണ്ടാവുന്ന കുറവിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് സംഭവിക്കുന്നത് ഒരു ഡിമാൻഡ് കർവിൻ്റെ മുകളിലേക്കാണ്. ഒരു കാര്യം ഒന്നും കൂടെ ശ്രദ്ധിക്കുക, എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത് സെയിം ഡിമാൻഡ് കർവിലാണ്. ഡിമാൻഡ് കർവിൽ ഒരു തരത്തിലുള്ള ഷിഫ്റ്റും സംഭവിക്കുന്നില്ല. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് കർവ്. എന്താണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് കർവ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് എന്നുള്ളതാണ്.
പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് കാരണമാണ് ഡിമാൻഡ് കർവിൽ ചേഞ്ച് വരുന്നതെങ്കിൽ അതിനെയാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കണ്ടു എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ പ്രൈസ് എന്നായിരുന്നു അല്ലെ. എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത് പ്രൈസിലുള്ള ചേഞ്ച് കൊണ്ട് ഡിമാൻഡിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രൈസ് അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ്, ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. പ്രൈസ് ഓഫ് ദി അതർ കമ്മോഡിറ്റി ഓർ റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, വെൽത്ത്, ഇതുപോലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതർ ദാൻ പ്രൈസ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൈസ് അല്ലാതെ മറ്റു ഫാക്ടേഴ്സ് കൊണ്ടാണ് ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നതെങ്കിൽ അതിനെയാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് ഇൻക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്താണെന്ന് നോക്കാം. ഇൻക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. എങ്ങനെയാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നത്? ഒരു ഡിമാൻഡ് കർവിൽ നിന്ന് തന്നെ ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻക്രീസും ഡിക്രീസും സംഭവിക്കുന്നത് എപ്പോഴാണ്? ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. പുതിയൊരു ഡിമാൻഡ് കർവ് തന്നെ അവിടെ എന്ത് ചെയ്യാണ്? രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. പ്രൈസിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. ഇത് എന്തുകൊണ്ടാവാം? മേ ബി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഇൻകം കൂടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ റിലേറ്റഡ് കമ്മോഡിറ്റിയുടെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നത് കൊണ്ടാവാം, വെൽത്ത് കൂടിയത് കൊണ്ടാവാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വന്ന മാറ്റം കൊണ്ടാവാം. അത്തരത്തിലൊക്കെ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഔട്ട് വേർഡ് ഷിഫ്റ്റ് ചെയ്യാണ്. ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം എയിൽ നിന്നും ബിയിലേക്ക് ഡിമാൻഡ് കർവ് ചേഞ്ച് ചെയ്യാണ് അല്ലേ. എ എന്ന് പറയുന്ന ഫസ്റ്റ് ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവിലായിരുന്നു എ എന്ന് പറയുന്ന പോയിന്റ്. പിന്നീട് എന്ത് ചെയ്തു? ഡിമാൻഡ് കർവ് D2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് എയിൽ നിന്നും ബി ആയിട്ട് എന്ത് ഷിഫ്റ്റ് ചെയ്തു? ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ പ്രൈസ് 12 തന്നെയാണ്. പ്രൈസ് നിലനിൽക്കുന്നത് $12 ആയിട്ട് തന്നെയാണ് പ്രൈസ് നിലനിൽക്കുന്നത്. പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് സംഭവിച്ചു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും, അപ്പോഴാണ് ഇൻക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് സംഭവിക്കുന്നത്. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് സംഭവിക്കുന്നത് സെയിം ഡിമാൻഡ് കർവിലായിരുന്നു. ആ ഒരു സമയത്ത് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഷിഫ്റ്റും ഡിമാൻഡ് കർവിന് സംഭവിക്കുന്നില്ല. എന്നാൽ ഇൻക്രീസും ഡിക്രീസും സംഭവിക്കുമ്പോൾ ഡിമാൻഡ് കർവ് പാടെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി ഡിക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ്. എന്താണ് ഡിക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ്? ഓപ്പോസിറ്റ് ആണെന്ന് പറയാം അല്ലേ. എന്തായിരിക്കും? പ്രൈസ് അല്ലാത്ത അതർ ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പ്രൈസ് അല്ലാതെ അതർ ദാൻ പ്രൈസ് അല്ലേ, പ്രൈസ് അല്ലാതെ മറ്റു ഫാക്ടേഴ്സ്, ഇൻകം ആവട്ടെ വെൽത്ത് ആവട്ടെ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന കുറവ് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതിനെയാണ് ഡിക്രീസ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇൻക്രീസും ഡിക്രീസും സംഭവിക്കുന്നത് എപ്പോഴാണ്? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നത് സെയിം ഡിമാൻഡ് കർവിൽ തന്നെയാണ്. അവിടെ എന്ത് സംഭവിക്കുന്ന? മറ്റു ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുക, പ്രൈസിലാണ് ചേഞ്ചസ് വരുന്നത്. മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയയാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ അണ്ടറിൽ ഒരുപാട് മാറ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റിക്ക് നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ആണെന്ത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആ വസ്തുവിൽ നിന്നും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളമാണ്, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എത്രയാണോ അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ യൂട്ടിലിറ്റി ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ദ ടേം യൂട്ടിലിറ്റി ഈസ് ഫൗണ്ടഡ് ബൈ ജെറമി ബെൻതാം. ജെറമി ബെൻതാം എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സൺ ആണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? യൂട്ടിലിറ്റി എന്നുള്ള ടേം ഫസ്റ്റ് ആയിട്ട് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. യൂട്ടിലിറ്റി മെഷേഴ്സ് ത്രൂ ദ ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റ് യൂട്ടിൽ. യൂട്ടിൽ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റ് വെച്ചാണ് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിലാണ് അളക്കുന്നത്? ലിറ്റർ ബേസിൽ അളക്കും അല്ലേ? നമ്മുടെ അരി എത്ര കിലോ ബേസിൽ അളക്കും. അതുപോലെ തന്നെ യൂട്ടിലിറ്റി അളക്കുന്നതിനുള്ള ഒരു മെഷറാണെന്ത്? യൂട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി കണ്ടെത്തിയത് ആരാണ്? ജെറമി ബെൻതാം ആണ്. യൂട്ടിൽ മെഷർ ചെയ്യുന്നത് ഏത് ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റ് വെച്ചിട്ടാണ്? യൂട്ടിൽ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റ് വെച്ചിട്ടാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്. ദ ടേം യൂട്ടിൽ ഈസ് ഫൗണ്ടഡ് ബൈ ഇർവിംഗ് ഫിഷർ. ഇർവിംഗ് ഫിഷർ ആണ് യൂട്ടിൽ എന്ന് പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ മെഷർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. കോൺസെപ്റ്റ് ഓഫ് MU ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ജെവൻസ്. മാർജിനൽ യൂട്ടിലിറ്റി അല്ലെ, MU ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ജെവൻസ് ആണ്. ദെൻ TU എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ആണ് അല്ലെ. TUയുടെ ഇക്വേഷൻ ആണ് സിഗ്മ MU എന്ന് പറയുന്നത്. എല്ലാ MUവും കൂട്ടുമ്പോഴാണ് നമുക്ക് TU കിട്ടുന്നത്. TU എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റിയുടെ ഒരു സമ്മേഷനാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ 5 മാങ്ങ കഴിച്ചു. ആ 5 മാങ്ങയിൽ നിന്നും കിട്ടിയ യൂട്ടിലിറ്റിയെ ടോട്ടലായിട്ട് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി TUN - TUN-1. അപ്പോൾ TUN നമ്മൾ എന്താണ്? അവസാന യൂണിറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള സംതൃപ്തിയെയാണ് MU എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. തൊട്ടു മുമ്പ് നമ്മൾ കഴിച്ച അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുള്ള വസ്തുവിൽ നിന്നും അവസാനം കൺസ്യൂം ചെയ്ത വസ്തുവിൻ്റെ അളവിനെ മൈനസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കിട്ടും. ഇതാണ് യൂട്ടിലിറ്റി എന്നുള്ള ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി TU ആൻഡ് MU കർവ്സ് നോക്കാം. ഇവിടെ ഈ കൊടുത്തിട്ടുണ്ട് TU ആൻഡ് MU കർവ്സ്. ഇതിൽ TU എന്താണ് ചെയ്യുന്നത്? ആദ്യം ഇൻക്രീസ് ചെയ്തു പോകുന്നു, അതിനുശേഷം ഒരു അപ്പർ ലിമിറ്റിലെത്തുന്നു, ഏറ്റവും മാക്സിമത്തിലെത്തുന്നു. അതിനുശേഷം ആ മാക്സിമത്തിലെത്തിയതിന് ശേഷം ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. അപ്പം ഈ ഒരു ഷേപ്പാണ് TUവിനുള്ളത്. ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, ഒരു മാക്സിമം പോയിന്റിലെത്തുന്നു, അതിനുശേഷം TU കുറഞ്ഞു വരുന്നു. ഈ മാക്സിമം പോയിന്റിനെയാണ് സാറ്റിയേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഏറ്റവും മാക്സിമത്തിലെത്തുന്ന പോയിന്റിനെയാണ് സാറ്റിയേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അതേസമയം MU മാർജിനൽ യൂട്ടിലിറ്റി കർവ് എങ്ങനെയാണ്? മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കിട്ടുന്ന യൂണിറ്റിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി പിന്നീട് കഴിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ്സിൽ നിന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും ഡിമിനിഷിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ടൊരു മാക്സിമം പോയിന്റിലെത്തുന്നു. ആ മാക്സിമം പോയിന്റിനെയാണ് സാറ്റിയേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ശേഷം ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. മാർജിനൽ യൂട്ടിലിറ്റി എല്ലായ്പ്പോഴും ഡിമിനിഷിങ് ടെൻഡൻസി കാണിക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി സാറ്റിയേഷൻ പോയിന്റിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ടെൻഡൻസി കാണിക്കുന്നു. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി കർവുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്ന് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ട് മാക്സിമത്തിലെത്തുന്നു. ആ മാക്സിമം പോയിന്റിനെ സാറ്റിയേഷൻ പോയിന്റ് എന്ന് പറയുന്നു. ശേഷം ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു.
മാർജിനൽ യൂട്ടിലിറ്റി ആവട്ടെ എല്ലായ്പ്പോഴും ഒരു ഡിമിനിഷിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴെല്ലാം മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുകയാണ് എങ്കിൽ കൂടി പോസിറ്റീവ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്, നെഗറ്റീവിലേക്ക് എത്തുന്നില്ല. ടോട്ടൽ യൂട്ടിലിറ്റി സാറ്റുറേഷൻ പോയിന്റിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി സീറോയിലെത്തുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുന്നു. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. There are two basic approaches to the problem of comparison of utilities. നമ്മൾ യൂട്ടിലിറ്റി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസും മുമ്പത്തെ സ്ലൈഡിൽ കണ്ടു. ഈ യൂട്ടിലിറ്റീനെ അപ്രോച്ച് ചെയ്തത് പല എക്കണോമിസ്റ്റുകളും പല രീതിയിലാണ്. അല്ലെങ്കിൽ ചില എക്കണോമിസ്റ്റുകൾ പറഞ്ഞത് യൂട്ടിലിറ്റീനെ കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും, നമ്പേഴ്സിൻ്റെ ബേസിൽ യൂട്ടിലിറ്റിയെ അളക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസുമായി കാർഡിനൽ ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു വ്യൂ പോയിന്റും അവിടെ നിന്നിരുന്നു. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് യൂട്ടിലിറ്റിയെ ഒരിക്കലും നമ്പറിൻ്റെ ബേസിലോ നമ്പേഴ്സിൻ്റെ ബേസിലോ കാർഡിനൽ നമ്പറിൻ്റെ ബേസിലോ എന്ത് ചെയ്യാനാവില്ല, മെഷർ ചെയ്യാനാവില്ല. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന അനാലിസിസ് പ്രകാരം ഓർഡിനലായിട്ട് മാത്രമേ അല്ലെങ്കിൽ ഒരു റാങ്കിൻ്റെ ബേസിൽ മാത്രമേ എന്തിനെ കണക്കാക്കാനാവൂ, യൂട്ടിലിറ്റിയെ കണക്കാക്കാനാവൂ. മുമ്പത്തെ കൺസംഷനിൽ നിന്നും ഇപ്പോഴത്തെ കൺസംഷന് യൂട്ടിലിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അത്തരത്തിലുള്ള ഒരു റിലേഷൻ മാത്രമേ, അത്തരത്തിലുള്ള ഒരു റാങ്കിങ് മാത്രമേ യൂട്ടിലിറ്റിക്ക് കൊടുക്കാനാവൂ എന്നുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെയും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതിലേക്കൊന്ന് പോവാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് നോക്കാം. കാർഡിനൽ സ്കൂൾ പോസ്റ്റുലേറ്റഡ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. അതായത് കാർഡിനൽ സ്കൂൾ എന്താണ് പറയുന്നത്, യൂട്ടിലിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. കാർഡിനൽ നമ്പേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ഇൻ സബ്ജക്റ്റീവ് യൂണിറ്റ്സ് കോൾഡ് യൂട്ടിൽസ്. മെഷർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റിനെയാണ് യൂട്ടിൽ എന്ന് പറയുന്നത്. അതായത് കാർഡിനലിസ്റ്റ് പറഞ്ഞു കാർഡിനൽ നമ്പേഴ്സ് വെച്ചിട്ട് ഓരോ യൂട്ടിലിറ്റിനെയും മെഷർ ചെയ്യാൻ പറ്റും. ആ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റാണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് യൂട്ടിലിറ്റി. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് അപ്രോച്ചാണ്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗസൻ ഇൻ 1854. 1854 ഈ ഒരു അപ്രോച്ച് ആദ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഗസനാണ്. എലാബറേറ്റഡ് ബൈ ആൽഫ്രഡ് മാർഷൽ ആൻഡ് A.C. പിഗോ. A.C. പിഗോനെ പോലുള്ള ആൽഫ്രഡ് മാർഷലിനെ പോലുള്ള എക്കണോമിസ്റ്റുകളാണ് പിന്നീട് ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ ഒരു വൈഡ് റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ലെവലിലേക്ക് കൊണ്ടുപോയി എലാബറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാർഡിനലിസ്റ്റ് പറയുന്നത് എന്താണ്, യൂട്ടിലിറ്റീനെ യൂട്ടിൽ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ മെഷർ വെച്ചിട്ട് കാർഡിനൽ നമ്പേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഒരു മാംഗോ കഴിച്ചു, ആ മാങ്ങയിൽ നിന്നും 2 യൂട്ടിലിറ്റി കിട്ടി അല്ലെങ്കിൽ 4 യൂട്ടിലിറ്റി കിട്ടി. അത്തരത്തിൽ യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാനാവും എന്നുള്ളതാണ് ആര് പറയുന്നത്, കാർഡിനൽ സ്കൂളിൽ പറയുന്നത്. ഇനി ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പ്രൊപ്പൗണ്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില അസംഷൻസ് ഉണ്ട്. എന്താണ് ആ അസംഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റാഷണാലിറ്റി. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് റാഷണലാണ്. അവരെപ്പോഴും യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. അതായത് അവർക്ക് കിട്ടുന്ന റിസോഴ്സസിനെ ബെസ്റ്റ് ലെവലിൽ അവർ യൂട്ടിലൈസ് ചെയ്യും. ഏറ്റവും മിനിമം കോസ്റ്റിൽ ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു കൺസ്യൂമറുടെ ഏറ്റവും പ്രൈം എയിം എന്ന് പറയുന്നത്. അതാണ് റേഷണാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കാർഡിനലി മെഷറബിൾ. ഓഫ് കോഴ്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്
അവർ മുന്നോട്ട് വെക്കുന്നത്. ദെൻ കോൺസ്റ്റന്റ് MU ഓഫ് മണി, മണിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന MU എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഒരു തരത്തിലുള്ള ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ മണിയുടെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റിയിൽ സംഭവിക്കുന്നില്ല. അതേസമയം ഒരു കൺസംഷനിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിമിനിഷിങ് ആണ്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതാണ് ഫോർത്ത് അസംഷൻ. ഓർക്കുക, മണിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ്. മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ കൺസംഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിങ് ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ്. ഓരോ യൂട്ടിലിറ്റിയും ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോഴും അതിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റീനെ ആഡ് ചെയ്ത് പോവാൻ കഴിയും. 5 മാങ്ങ കഴിച്ചു, ആ 5 മാങ്ങയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള യൂട്ടിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അതാണ് അഡിറ്റീവ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും അസംഷൻസിൻ്റെ ബേസിലാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നോക്കാം. ലോ ഫസ്റ്റ് ഫോർമുലേറ്റഡ് ബൈ ജർമ്മൻ സയൻറ്റിസ്റ്റ് H.H. ഗസൻ ഇൻ 1854. 1854 H.H. ഗസൻ എന്ന് പറയുന്ന ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഈ ഒരു ലോ ഫസ്റ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. Therefore, this law is also known as first law of Gazan. Jevons called it Gazan's first law. അതുകൊണ്ട് തന്നെ H.H. ഗസൻ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു ലോ ഫസ്റ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗസൻസ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് ഗസൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ജെവൻസ് ആണ് ഇതിനെ ഗസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ബട്ട് ദ നെയിം ഓഫ് ദ ലോ വാസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. പക്ഷേ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആശയം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗസൻ ആണെങ്കിൽ കൂടി ഈ ഒരു ലോയ്ക്ക് ഈ ഒരു നെയിം സജസ്റ്റ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇവൻച്വലി ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഗിവൺ ബൈ ബൗൾഡിങ്. ബൗൾഡിങ് ഇതിനെ വിളിച്ചിട്ടുള്ളത് എന്താണ്? ലോ ഓഫ് ഇവൻച്വലി ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതാണ്. Law states that other things being equal, the MU derived from successive units of a given commodity declines or diminishes. ഈ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? അതർ തിങ്സ് ബീയിങ് ഈക്വൽ, നമ്മുടെ ഇക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആയിട്ടുള്ള സെറ്ററിസ് പാരിബസ് അല്ലെ, അതർ തിങ്സ് ബീയിങ് ഈക്വൽ, മറ്റ് എല്ലാ വസ്തുക്കളെയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിയാൽ ദ MU derived from successive units of a given commodity declines or diminishes. ഒരു സക്സസീവ് യൂണിറ്റ്സ്, ഒരു കമ്മോഡിറ്റിയുടെ സക്സസീവ് യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡിക്ലൈൻ ചെയ്യും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഡിമിനിഷ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻസ് അവർ ജനറൽ എക്സ്പീരിയൻസ് വെൻ വി കൺസ്യൂം ഓർ അക്വയർഡ് സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഇത് എല്ലായ്പ്പോഴും ഈ ഒരു ലോ നമ്മൾ ഏതൊരു കാര്യം കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലോ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ബേസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനാവും. നമ്മൾ ദാഹിച്ച് വളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അതിൽ നിന്ന് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചു. ആ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആദ്യം കുടിച്ച വെള്ളത്തിൽ നിന്നും കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി പിന്നീട് കുടിക്കുന്ന ഓരോ ഗ്ലാസ്സിൽ നിന്നും കിട്ടണം എന്നില്ല. അതായത് ഒരു വസ്തു വീണ്ടും വീണ്ടും ഉപയോഗിക്കും തോറും അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ലോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ സക്സസീവ് യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണല്ലോ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് കണ്ടപ്പോൾ കണ്ടത്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് എപ്പോഴും എന്താണ്? ഡിമിനിഷിങ് ആണ് അല്ലേ. ഒരു തരത്തിലും ഒരു സ്ഥലത്തും എന്ത് കാണിക്കുന്നില്ല? ഒരു ഇൻക്രീസിങ് ടെൻഡൻസി മാർജിനൽ യൂട്ടിലിറ്റി കർവ് കാണിക്കുന്നില്ല. എല്ലായ്പ്പോഴും അത് ഒരു ഡിക്രീസിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതായത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്. എന്താണ്? ഒരു കമ്മോഡിറ്റിയുടെ സക്സസീവ് യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡിമിനിഷിങ് ആണ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലോ കാണിക്കുന്നത്.
ഈ ലോ ഫസ്റ്റ് ആയിട്ട് 1854 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗസനാണ്. അതുകൊണ്ട് തന്നെ ജെവൻസ് ഇതിനെ ഗസൻസ് ഫസ്റ്റ് ലോ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ആൽഫ്രഡ് മാർഷലാണ് പിന്നീട് അതിന് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആശയം ഗസന്റെ ആണെങ്കിൽ കൂടി ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ് എന്നുള്ളതാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്തെല്ലാം അസംഷൻസ് മുന്നോട്ട് വെച്ചോ അതേ അസംഷൻസ് തന്നെയാണ് ഈ ഒരു ലോയും മുന്നോട്ട് വയ്ക്കുന്നത്. ഏതൊക്കെയാണ്? റേഷണാലിറ്റി സെയിം, കൺസ്യൂമർ എപ്പോഴും റേഷണൽ ആയിരിക്കും, യുക്തിപരമായി ചിന്തിക്കുന്നയാളായിരിക്കും. കാർഡിനലി മെഷറബിൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കാർഡിനലി മെഷറബിളയും. ദെൻ കോൺസ്റ്റന്റ് എം യു ഓഫ് മണി, മണിയുടെ എം യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കൺസംഷനിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണ്, മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണ്. യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ്, യൂട്ടിലിറ്റി അഡിറ്റീവ് ആണ്. സെയിം അസംഷൻസ് തന്നെയാണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ അസംഷൻസും ഈ ഒരു ലോയിലും ബാധകമാണ് എന്നുള്ളതാണ്. ഇത്തരം അസംഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു തിയറി നേരിട്ടിട്ടുള്ള ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The satisfaction derived from various commodities cannot be measured subjectively. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സബ്ജക്റ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു മാങ്ങ കഴിച്ചു, ആ മാങ്ങയിൽ നിന്നും ഇത്ര സംതൃപ്തി കിട്ടി എന്നുള്ളത് നമുക്കൊരു കാർഡിനൽ നമ്പർ വെച്ചിട്ട് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ദെൻ കോൺസ്റ്റന്റ് എം യു ഓഫ് മണി ഈസ് ഓൾസോ അൺറിയലിസ്റ്റിക്. മണിയുടെ എം യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവില്ല, അതിൽ മാറ്റങ്ങൾ വരാം, ചേഞ്ചസ് വരാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഗിഫൺ പാരഡോക്സ്. ഈ ഒരു ലോ ഒരിക്കലും ഗിഫൺ പാരഡോക്സിനെ കുറിച്ച് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഡു നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് കൺസിഡർ ചെയ്തപ്പോൾ ഇൻകം ഇഫക്റ്റിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെയും അവിടെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടില്ല. ഇൻകം ഇഫക്റ്റിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണല്ലോ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൈസ് ഇഫക്റ്റിനെ ടോട്ടലായിട്ട് എടുത്തു എന്നല്ലാണ്ട് ഇൻകം ഇഫക്റ്റിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെയും അവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഇതിൻ്റെ അടുത്തൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമുക്ക് പറയാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തി ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി എപ്പോഴാണ് മാക്സിമത്തിൽ എത്തുന്നത് എന്നുള്ളത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം എപ്പോൾ അറ്റൈൻ ചെയ്യും, എങ്ങനെയാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ മാക്സിമത്തിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് ആ ലോനെ കുറിച്ചൊരു പൊതുവായിട്ടുള്ളൊരു ധാരണ തരുന്നത്. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ സെക്കൻഡ് ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ഒരു സെക്കൻഡ് ലോ ആയിട്ടാണ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റീനെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഏതായിരുന്നു? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരുന്നു. This law points out how a consumer gets maximum satisfaction out of his given expenditure on different goods. അപ്പം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻകം അല്ലെങ്കിൽ അദ്ദേഹം ഡിഫറെൻറ്റ് ഗുഡ്സിനെ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലോ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. In 19th century, this law concerning the expenditure of a consumer was first propounded by a French engineer Gazan. Gazan ആണ് 19th centuryയിൽ ഈ ഒരു ലോ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡ് ലോ ഓഫ് ഗസൻ. അതുകൊണ്ട് തന്നെ ഈ ലോ സെക്കൻഡ് ലോ ഓഫ് ഗസൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയെ ഗസന്റെ ഫസ്റ്റ് ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഗസൻസ് സെക്കൻഡ് ലോ എന്ന് അറിയപ്പെടുന്നത്.
ഡോക്ടർ മാർഷൽ ഹാസ് കോൾഡ് ഇറ്റ് ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി. മാർഷലാണ് ഇതിനെ ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടത് നമുക്ക് മുന്നിലേക്ക് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗസൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് ലോ ഓഫ് ഗസൻ എന്ന് അറിയപ്പെടുന്നു. ദെൻ ഈ ഒരു ലോയെ പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തതും എലാബറേറ്റ് ചെയ്തതും ഡോക്ടർ മാർഷലാണ്. മാർഷൽ ഇതിനെ ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന പേരിലാണ് വിളിച്ചത്. ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി മറ്റു പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതിനെ വിളിക്കുന്നുണ്ട്. ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നും പറയാം. ഗസൻ സെക്കൻഡ് ലോ. ലോ ഓഫ് ഇക്കണോമിക്സ്. ലോ ഓഫ് റാഷണൽ കൺസ്യൂമർ ബൈ ഹിബ്ഡൺ. ഹിബ്ഡൺ ഇതിനെ വിളിച്ചത് ലോ ഓഫ് റാഷണൽ കൺസ്യൂമർ എന്നുള്ളതാണ്. ലോ ഓഫ് ഇൻഡിഫറൻസ്. ലോ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി റൂൾ. ഇത്രയും പേരുകളിലൊക്കെ ഏത് അറിയപ്പെടുന്നുണ്ട്? ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി അറിയപ്പെടുന്നുണ്ട്. ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. Law state that consumer will distribute his money income between the goods in such a way that the utility derived from the last rupee spent on each good is equal. അതായത് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇൻകം രണ്ട് ഗുഡ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രത്തോളം വരെയാണ് എന്നുള്ളതാണ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം വരെ ആ ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇൻകം രണ്ട് ഗുഡ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് ആ ഒരു രണ്ട് ഗുഡ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി എപ്പോൾ ഈക്വൽ ആവുന്നുവോ ആ ഒരു സമയം വരെ ആ ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇൻകം രണ്ട് ഗുഡ്സിനിടയിൽ, രണ്ട് വസ്തുക്കൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. In another way, the consumer will spend his money income on different goods in such a way that MU of the goods is proportional to its price. എമ്മും അതിൻ്റെ പ്രൈസും പ്രൊപ്പോർഷണൽ ആവുന്നത് വരെ എന്ത് ചെയ്യും? കൺസ്യൂമർ ആ ഒരു ഗുഡ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമർ രണ്ട് വസ്തുക്കൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് എത്രത്തോളം വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു കൺസ്യൂമർ ആപ്പിൾ, മാംഗോ എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ഈ 100 രൂപ ആപ്പിൾ വാങ്ങിക്കാനും മാംഗോ വാങ്ങിക്കാനും എങ്ങനെ ചെലവഴിക്കും? എത്രത്തോളം മാംഗോ അദ്ദേഹം വാങ്ങും, എത്രത്തോളം ആപ്പിൾ അദ്ദേഹം വാങ്ങും എന്നുള്ളതാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു മാംഗോയുടെയും ആപ്പിളിൻ്റെയും പ്രൈസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ പ്രൈസ് ഇവിടെ ബാധകമല്ല. എത്ര വരെ വാങ്ങും? ഈ ഒരു മാംഗോയിൽ നിന്നും ആപ്പിളിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഈ ഒരു മാംഗോയിൽ നിന്നും ആപ്പിളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എപ്പോൾ ഈക്വൽ ആവുന്നുവോ ആ ഒരു സമയം വരെ, അത്രത്തോളം യൂണിറ്റ് വരെ അദ്ദേഹം എന്ത് ചെയ്യും? ആ ഒരു കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ലോസ് കാണിക്കുന്നത്. ആ ഒരു ഈക്വലൈസേഷൻ പോയിന്റ് ആണ് രണ്ട് വസ്തുക്കളിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലാണ് അദ്ദേഹത്തിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാവുന്നത്. ഇതാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി ഇക്വിലിബ്രിയം ഓഫ് ദി കൺസ്യൂമേഴ്സ്, എങ്ങനെയാണ് ഇക്വിലിബ്രിയം എന്നുള്ളത് ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ഈസ് ഈക്വൽ ടു MU ഓഫ് ദി കമ്മോഡിറ്റി. അതായത് ഒരു വസ്തുവാണ് ഒരു വ്യക്തി പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാക്സിമം ആ ഒരു വസ്തുവിൻ്റെ എത്ര യൂണിറ്റ് മാക്സിമം അദ്ദേഹം വാങ്ങിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ആപ്പിൾ മാത്രമാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം മൊത്തം അതിന് എപ്പോൾ ചിലവഴിക്കും? അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ആപ്പിളിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന MU എപ്പോൾ ആ ഒരു ആപ്പിളിൻ്റെ പ്രൈസിന് ഈക്വൽ ആവുന്നുവോ ആ ഒരു സമയം വരെ ആയിരിക്കും അദ്ദേഹം ആ ഒരു ആപ്പിൾ പർച്ചേസ് ചെയ്യുന്നത്. അതായത് പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും, ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും എപ്പോൾ ഈക്വൽ ആവുന്നുവോ ആ ഒരു സമയം വരെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൺസംഷൻ തുടരുക എന്നുള്ളതാണ്. ഏത് സമയത്ത്? ഒരു വസ്തു മാത്രമാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളെങ്കിൽ If there are more commodities, the condition for the equilibrium of the consumers is the equality of the ratios of the MU of the individual commodities to their prices.
പക്ഷെ ഒന്നിലധികം കമ്മോഡിറ്റീസ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? ഓരോ വസ്തുവിൻ്റെയും മാർജിനൽ യൂട്ടിലിറ്റീനെ പ്രൈസ് കൊണ്ട്, അതേ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആവുന്ന സമയത്താണ് അദ്ദേഹം എന്തിലെത്തുന്നത്? ഇക്വിലിബ്രിയം പോയിന്റിലെത്തുന്നത്, അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത്. ഇക്വേഷൻ MUX/PX ഈസ് ഈക്വൽ ടു MUY/PY ഈസ് ഈക്വൽ ടു അങ്ങനെ പോകും. അതായത് XY എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ട് വസ്തുക്കളാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇക്വിലിബ്രിയം ലെവൽ എപ്പോഴെത്തും? MUX/PX ഈസ് ഈക്വൽ ടു MUY/PY ഈക്വൽ ആവുന്നവരെയാണ് അദ്ദേഹത്തിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എത്തുന്നത്. അതായത് എക്സ് എന്ന വസ്തുവിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റീനെ ആ എക്സ് എന്ന വസ്തുവിന്റെ പ്രൈസ് കൊണ്ട് ഹരിക്കുമ്പോൾ ആ കിട്ടുന്ന സംഖ്യയും y എന്ന് പറയുന്ന വസ്തുവിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റീനെ ആ ഒരു y എന്ന് പറയുന്ന വസ്തുവിന്റെ പ്രൈസ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയും ഈക്വൽ ആവുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലോ ഒരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വി ഹാവ് ഷോൺ MU ഷെഡ്യൂൾ ഓഫ് A ആൻഡ് B ഫ്രം ദി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. എയുടെയും ബിയുടെയും ഡിഫറെൻറ്റ് യൂണിറ്റ്സിൻ്റെ കൺസംഷൻ, അതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള MUയുടെ ഷെഡ്യൂളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ് us ഓൾസോ അസ്യൂം ദാറ്റ് പ്രൈസ് ഓഫ് A ആൻഡ് B ആർ 4 and 5 റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു കൺസ്യൂമർ A, B എന്ന് പറയുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നു. അതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A എന്ന് പറയുന്ന വസ്തുവിന് 4 രൂപയാണ് വില, B എന്ന് പറയുന്ന വസ്തുവിന് 5 രൂപയാണ് വില. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരം ആ ഒരു കൺസ്യൂമറുടെ മാക്സിമം പോയിന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവല് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഒരു കൺസ്യൂമർ മാക്സിമത്തിൽ എത്തുന്നത്? MU ഓഫ് A ഡിവൈഡഡ് ബൈ P ഓഫ് A ഈസ് ഈക്വൽ ടു MU ഓഫ് B ഡിവൈഡഡ് ബൈ P ഓഫ് A ഈക്വൽ ആകുമ്പോഴാണ്. അത് എങ്ങനെ കാണണം? ഇനി ഇവിടെ MU ഓഫ് A തന്നിട്ടുണ്ട്, MU ഓഫ് Bയും തന്നിട്ടുണ്ട്. എയുടെ പ്രൈസ് 4 ആണ്, ബിയുടെ പ്രൈസ് 5 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓരോ MU ഓഫ് എനെയും P ഓഫ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MU ഓഫ് A ഡിവൈഡഡ് ബൈ P ഓഫ് A എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ MU ഓഫ് B ഡിവൈഡഡ് ബൈ P ഓഫ് B എങ്ങനെ കിട്ടും? അതും നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ MU ഓഫ് A ഡിവൈഡഡ് ബൈ P ഓഫ് A ഈക്വൽ ടു MU ഓഫ് B ഡിവൈഡഡ് ബൈ P ഓഫ് B എപ്പോൾ ഈക്വൽ ആകുന്നുവോ ആ ഒരു പോയിന്റ് ആണ് എന്ത്? അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയം ലെവൽ അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. നോക്കാം. MU ഓഫ് 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു MU ഓഫ് എനെ എയുടെ പ്രൈസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. MU ഓഫ് ബിനെ ബിയുടെ പ്രൈസ് ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സെക്കൻഡ് കോളം കാണിക്കുന്നത് എന്താണ്? MUX/PX ആണ് സെക്കൻഡ് കോളം കാണിക്കുന്നത്. തേർഡ് കോളം എന്താണ് കാണിക്കുന്നത്? MUY/PY ആണ് എന്ത് കാണിക്കുന്നത്? തേർഡ് കോളം കാണിക്കുന്നത്. ഇനി ഇതിൽ നിന്നും എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? MUX/PX ഈസ് ഈക്വൽ ടു MUY/PY ഈക്വൽ ആകുമ്പോഴാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടോട്ടൽ 35 റുപ്പീസാണ് ഉള്ളത്. ആ 35 റുപ്പീസും ടോട്ടലി കൺസ്യൂം ചെയ്യുമ്പോഴാണ് അദ്ദേഹം എന്ത് അറ്റൈൻ ചെയ്യുന്നത്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഇവിടെ 3 യൂണിറ്റ്സ് ഓഫ് ബി അല്ലെ, ബിയുടെ 3 യൂണിറ്റ്സ് വാങ്ങിക്കുമ്പോൾ 6 മാർജിനൽ യൂട്ടിലിറ്റി അദ്ദേഹത്തിന് കിട്ടുന്നു. അതുപോലെ തന്നെ 5 യൂണിറ്റ്സ് വാങ്ങിക്കുമ്പോഴാണ് A 6 ലഭിക്കുന്നത്. അപ്പം ഈ ഒരു 6 എപ്പോഴാണ് കിട്ടുന്നത്? ഈക്വൽ ആവുന്നത് 3 യൂണിറ്റ്സ് ഓഫ് ബിയുടെ 3 യൂണിറ്റ്സും എയുടെ 5 യൂണിറ്റ്സുമാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ MUX/PX ഈസ് ഈക്വൽ ടു MUY/PY ഈക്വൽ ആവുന്നത്. അതുകൊണ്ട് അദ്ദേഹം എത്ര വരെ ഇൻകം ചെലവഴിക്കും? 3 യൂണിറ്റ്സ് ബിയും വാങ്ങിക്കും, 5 യൂണിറ്റ്സ് എയും വാങ്ങിക്കും. അത്രയും വരെ ചെലവഴിക്കുമ്പോഴാണ് ആ ഒരു കൺസ്യൂമർ എന്തിലെത്തുന്നത്? മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ എത്തുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ ഇക്വിലിബ്രിയം ലെവൽ എപ്പോൾ അറ്റൈൻ ചെയ്യും? MUX/PX ഈസ് ഈക്വൽ ടു MUY/PY. ഇനി 3 എണ്ണം ഉണ്ടെങ്കിൽ MUX/PX ഈസ് ഈക്വൽ ടു MUY/PY
by py is equal to mu z by pz അങ്ങനെ പോവും അല്ലേ? അങ്ങനെ എത്ര വസ്തുക്കളുണ്ടോ അത്ര വരെ അങ്ങനെ പോവും. അതെല്ലാം ഈക്വൽ ആകുമ്പോഴാണ് അദ്ദേഹം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.